പ്രിയമുള്ളവരെ, വചനജ്വാല 1250 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 1 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ മാസം ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കാം. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 28 സങ്കീർത്തനം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുത്. അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും. അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുത്. അവർ അയാൾക്കാരനോട് സൗഹൃദത്തോട് സംസാരിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച്, അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ. അവർ ചെയ്യുന്നതനുസരിച്ച് അവരോട് ചെയ്യണമേ. അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ. അവർ കർത്താവിന്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പിന്നീട് ഒരിക്കലും പണിതുയർത്തുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനമാലപിച്ച് അവിടത്തോട് നന്ദി പറയുന്നു. കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ്. തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ ബ്രിജീത്തായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. അയർലൻഡിന്റെ മധ്യസ്ഥയായ വിശുദ്ധ ബ്രിജീത്ത ആൾസ്റ്ററിൽ 450 ഭൂജാതയായി. ചെറുപ്പത്തിൽ തന്നെ തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. സ്വന്തമായതെല്ലാം ദരിദ്രർക്ക് മാറ്റിവെച്ചു. എത്രയും സൗന്ദര്യവതിയായ ബ്രിജീത്ത കാമുകർ പൊതിയാൻ തുടങ്ങിയപ്പോൾ തൻ്റെ വ്രതം സംരക്ഷിക്കാൻ സ്വയം വിരൂപയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട് ഒരു കണ്ണിൽ നീര് വന്ന് മുഖം വിരൂപമാവുകയും കാമുകർ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 20-ാം വയസ്സിൽ ബ്രിജീത്ത തൻ്റെ സമർപ്പണത്തെപ്പറ്റി വിശുദ്ധ
പാട്രിക്കിന്റെ സഹോദര പുത്രനായ വിശുദ്ധ മെല്ലിനോട് സംസാരിച്ചു. നിശ്ചിത ദിവസം സ്ഥലത്തെ ബിഷപ്പ് വിശുദ്ധ പാട്രിക് സജ്ജമാക്കിയ ക്രമമനുസരിച്ച് വളരെയേറെ പ്രാർത്ഥനകൾ ചൊല്ലി ബ്രിജീത്തയ്ക്ക് ഒരു വെള്ളയുടുപ്പും ശിരോവസ്ത്രവും നൽകിയപ്പോൾ അവളുടെ കണ്ണ് സുഖപ്പെടുകയും സൗന്ദര്യം മുഴുവനും തിരികെ വരികയും ചെയ്തു. ഇത് കണ്ട് പല സ്ത്രീകളും മാതാപിതാക്കളുടെ അനുവാദത്തോടെ ബ്രിജീത്തയുടെ ശിക്ഷണത്തിൽ ജീവിക്കാൻ തുടങ്ങി. അയർലൻഡിൽ ആദ്യ മഠം സ്ഥാപിച്ചു. താമസിയാതെ കിൽദാറിൽ മറ്റൊരു മഠം കൂടി സ്ഥാപിച്ചു. ദരിദ്രരോട് പ്രത്യേക അനുകമ്പ കാണിച്ചിരുന്നു. തിരുവസ്ത്രങ്ങൾ വിറ്റിട്ട് പോലും ദരിദ്രരെ സഹായിച്ചിട്ടുണ്ട്. കാൽധാരയിലേക്ക് ജനങ്ങൾ തിങ്ങിക്കൂടി ക്രമേണ ഒരു നഗരമായി മാറി. ബ്രിജീത്തായുടെ അഭ്യർത്ഥന പ്രകാരം ഒരു രൂപത ആസ്ഥാനമാക്കി മാറ്റി. 50 കൊല്ലത്തെ സമർപ്പിത ജീവിതം കൊണ്ട് അയർലൻഡ് മുഴുവനും ഇവരുടെ സ്ഥാപനങ്ങളുടെ സമാധാനം ആസ്വദിച്ചു തുടങ്ങി. ദീർഘമായ അധ്വാനം മൂലം 73-ാം വയസ്സിൽ ദിവംഗതയായി. കന്യകയായ വിശുദ്ധ ബ്രിജീത്തായുടെ മധ്യസ്ഥം യാചിച്ച് ഈ നല്ല ഒരു ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ ഫെബ്രുവരി 1-ാം തീയതിയിലെ എല്ലാ മംഗളങ്ങളും നേരുന്നു. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു.